ഫ്രണ്ട്സ്, സൺഡേ ആയിട്ടുണ്ടല്ലോ. ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. അന്നേരം തോന്നിയ ഒരു വെളിപാടാണ്. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒന്ന് ചെയ്ത് നോക്കിയാലോ ഒന്ന്. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്കിലും ഒരു ഏഴരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒരു കപ്പ് കട്ടൻ ചായ ഇട്ടു, കുടിച്ചു. രാവിലെ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയെങ്കിലും വേണം. 9 മണി 9:15 ആയപ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരുന്നു. രാവിലെ നമുക്ക് ഉണക്കപ്പ് വേവിച്ചതും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അത് കഴിച്ച് പകുതിയായപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത്. അതാണ് ഇങ്ങനെ ആയിപ്പോയത്. ഒരു 11 മണി 11:30 കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കുക്കുംബറില്ലേ, കുക്കുംബർ, വെള്ളരിക്ക, സലാഡ് കുക്കുംബർ, അതരിഞ്ഞിട്ട് അതിനകത്ത് കുറേ ഉപ്പും ഇട്ട് ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതങ്ങ് കഴിച്ച്. ഈ സാധനം കഴിച്ചുകൊണ്ടല്ലോ നമുക്ക് രണ്ടുണ്ട് ഉപയോഗം. എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വിശപ്പ് മാറിക്കിട്ടും, പിന്നെ ഒന്ന് നമുക്ക് ദാഹവും മാറിക്കിട്ടും. അത് ഇഷ്ടം പോലെ വെള്ളം ഉള്ളതുകൊണ്ടേ അത് നല്ല സൂപ്പർ സാധനമാണേ. ഈ നമ്മുടെ കയ്യിൽ ഈ നാരങ്ങയോ ഉപ്പോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ ആണത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇത് ഈ നമ്മുടെ ഈ ഡയറ്റൊക്കെ നോക്കുന്നില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. വൈകിട്ടോ ഒരു നേരം നമുക്ക് ഈ കുക്കുംബറോ പിന്നെ അങ്ങനെയുള്ള കുറേ വെജിറ്റബിൾസൊക്കെ കഴിക്കാം. അത് ഹെൽത്തിനും നല്ലതാണ്. പിന്നെ ഒരു 1:30 1:45 2 ആയപ്പോഴത്തേന് ചോറും പരിപ്പ് കറിയും പിന്നെ നമ്മുടെ വയറ് തോരനും രാവിലത്തെ കുക്കുംബറും ഒരു പീസ് സവോളയും മുട്ട പൊരിച്ചതും പപ്പടവും എല്ലാം കൂടെ കൂട്ടിയായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നത്. അതും കൂട്ടി നല്ല സൂപ്പറായിട്ട് ചോറൊക്കെ ഉണ്ട്. മുട്ട പൊരിച്ച് കൂട്ടി ചോറുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലേ. നമ്മുടെ എല്ലാവരുടെയും ഒരു ചോറ്റുപാത്രത്തിലൊരു പ്രധാന ഘടകമായിരുന്നു ഈ മുട്ട പൊരിച്ചത്. അത് സൂപ്പർ സാധനമല്ലേ. പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേന് എന്നതാ നമ്മുടെ ഈ കട്ടൻ ചായയും ബേൽപൂരി ഇല്ലേ, ബേൽപൂരി അല്ല, ഇത് ലെമൺ ബേൽ എന്ന് പറയും. അതായത് നമ്മുടെ മുരിക്കില്ലേ, മുരി മിക്സറിൻ്റെ അതൊക്കെ അകത്തോട്ട് ഈ ലെമൺ അതും കൂടെ ആഡ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇതിനാണ് ചെറിയ ഒരു പുളിപ്പാണേ, എരിവുമല്ല മധുരമല്ല, ലെമൺ ആഡ് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു പുളിപ്പുമായിരുന്നു. പിന്നെ ഒരു 6:45 7 ആയപ്പോഴത്തേന് ഒരു കപ്പ് ചായ കുടിച്ചു കേട്ടോ. അന്നേരമാണ് ആ ചായ കുടിക്കാൻ സമയം കിട്ടിയത്. പിന്നെ ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേന് ചോറ് ഉണ്ണാൻ തുടങ്ങിയെന്നല്ല, ചോറുണ്ടു. ചോറും പരിപ്പ് കറിയും, അത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത സാധനമാണ് പരിപ്പ് കറിയുടെ. പിന്നെ ഉച്ചയ്ക്കത്തെ പയറുതോരനുണ്ടായിരുന്നു. വൈകിട്ടത്തെ സ്പെഷ്യലായിരുന്നു വഴുതനങ്ങാത്തോരൻ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ. ഉപ്പും കൂടെ കൂട്ടി നല്ല പേഷായിട്ട് അങ്ങ് അടിച്ചു. അങ്ങനെ തന്നെ പറയാമല്ലോ. പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ.